ഹായ്, ഇന്ന് നമ്മൾ സോളിഡ് സ്റ്റേറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ക്രിസ്റ്റൽ ലാറ്റിസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ സ്പേസ് ലാറ്റിസ്. സോ വാട്ട് ഈസ് ക്രിസ്റ്റൽ ലാറ്റിസ്? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിൻ്റെ, കോൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾസിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഇൻ എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്? 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സ്പേസ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. അതിനകത്ത് കുറേ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിനെ കാണാം. ഇതൊരു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആണ്. ഇത് ആറ്റം ആകാം, മോളിക്യൂൾസ് ആകാം, അയോൺസ് ആകാം. ഇതിനെ നമുക്ക് ലാറ്റിസ് പോയിൻ്റ് എന്ന് വിളിക്കാം. ലാറ്റിസ് പോയിൻ്റ്. ലാറ്റിസ് പോയിൻ്റ് മേ ബി ആറ്റം, മോളിക്യൂൾസ് ഓർ അയോൺസ് ഇൻ എ ക്രിസ്റ്റൽസ്. സോ ഇറ്റ് ഈസ് ലാറ്റിസ് പോയിൻ്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്നൊരു പേര് കൂടി അതിനുണ്ട്. ഇങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ദാറ്റ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഇതിൽ ഈ വരച്ചിരിക്കുന്ന ഒരു ക്രിസ്റ്റൽ ലാറ്റിസ്, ആദ്യം നമ്മളിവിടെ നോക്കിയാൽ ഒരു ക്യൂബ് പോലെ കാണാം. ആ ക്യൂബിൻ്റെ ഒരു റിപ്പീറ്റിംഗ് പോർഷനാണ് ഇവിടെയുള്ളത്, ഒരു ക്യൂബ്. അതേപോലെ റിപ്പീറ്റേഷൻ മുകളിലുള്ളത്, അതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് ഇവിടെയുള്ളത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് 3 ഡയമെൻഷൻ അറേഞ്ച്മെൻറ്റ് ആവുന്നത്. നമുക്കതിൽ നിന്നും ഒരു ക്യൂബ് മാത്രം എടുത്ത് മാറ്റി വരക്കാം. അതിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. സോ യൂണിറ്റ് സെൽ ഈസ് ദിസ്. നമ്മൾ വരച്ചിരിക്കുന്നത് ക്യൂബാണ്. ആ ക്യൂബ്, കുറേ ക്യൂബുകൾ, ഇവിടെ ഇപ്പം 3 ക്യൂബ് ചേർന്നിട്ടാണ് ഞാനൊരു യൂണിറ്റ് ക്രിസ്റ്റൽ ലാറ്റിസ് വരച്ചത്. അതിൽ നിന്നും ഒരു ക്യൂബ് മാത്രം ഇങ്ങോട്ട് എടുത്താൽ അതൊരു യൂണിറ്റ് സെല്ലായി. സോ ഇതൊരു യൂണിറ്റ് സെല്ലാണ്. യൂണിറ്റ് സെല്ലിൽ ഇതേപോലെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കോർണറിൽ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിനെ വരച്ചിട്ടുണ്ട്. So what is meant by a unit cell? Unit cell is the smallest repeating portion of a crystal lattice. Repeating part of a crystal lattice is called unit cell. Now, what are the different types of unit cell? Different kinds of unit cells. Types of unit cells. Unit cell നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് first one, based on the position of particles, position of constant particles. നമുക്ക് തന്നെ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ, രണ്ടാമത്തത് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, മൂന്നാമത്തത് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, നാലാമതൊന്നും കൂടിയുണ്ട്, ദാറ്റ് ഈസ് എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. സോ 4 ടൈപ്പ് യൂണിറ്റ് സെൽസ് ആണ്. അത് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനെ, കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനെ നോക്കിയിട്ടാണ്. ഇപ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും സിമ്പിളായ യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എടുത്താൽ അതിനകത്ത് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് കോർണേഴ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതേപോലെയുള്ള കോർണറിൽ നമുക്ക് 8 കോർണർ ഇവിടെ കാണാം. 8 കോർണറും കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ പ്രിമിറ്റീവ് മീൻസ് സിംപ്ലസ്റ്റ് യൂണിറ്റ്സ്, പ്രിമിറ്റീവ്. പിന്നെ അതേപോലെ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ്സിൽ രണ്ടാമത്തത്. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ്സിൽ എന്ന് വെച്ചാൽ എല്ലാ കോർണറിലും എന്തായാലും പാർട്ടിക്കിൾസ് ഉണ്ടാവും. 8 കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ കോർണറിലുള്ളത് പുറമേ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ സെൻറ്റർ ഓഫ് ദ ബോഡിയിലും ഒരു പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ്സിൽ എന്ന് വിളിക്കാം. ബോഡി സെൻറ്ററിൽ എവിടെയൊക്കെയാണ് പാർട്ടിക്കിൾസ് ഉള്ളത്? ബോഡി സെൻറ്റേർഡ് യൂണിറ്റ്സിൽ കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, പ്ലസ് സെൻറ്റർ ഓഫ് ദ ബോഡി. രണ്ടാമത്തത് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ്സിലാണ്. ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ്സിൽ ഇപ്പം കണ്ടതുപോലെ തന്നെ എല്ലാ കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ടാവും. പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദ കോർണേഴ്സ്. 8 കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് ഓൾസോ വെർ ദ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ്. നമുക്കിവിടെ എത്ര ഫേസ് കാണുന്നുണ്ട്? ഒരു ക്യൂബിന് 6 ഫേസ് ഉണ്ട്. ഇത് മുകളിലത്തെ ഫേസ് ആണ്, അവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. താഴത്തെ ഫേസ് ആണ്, പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് റൈറ്റ് സൈഡിലെ ഫേസ് ആണ്, പാർട്ടിക്കിളുണ്ട് ഫേസ് സെൻറ്ററിൽ. ഇത് ലെഫ്റ്റ് സൈഡിലാണ്, പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് പുറകിലത്തെ ഒരു ഫേസ് ആണ്, അതിൻ്റെ സെൻറ്ററിലൊരു പാർട്ടിക്കിൾ വെച്ചു. ഇത് ഫ്രണ്ടിലത്തെ ഫേസ് ആണ്,
അതിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾസിനെ വെച്ചു. അങ്ങനെ ടോട്ടൽ 6 ഫേസിലും പാർട്ടിക്കിൾസ്, ഫേസ് സെൻറ്റേർഡ്. എല്ലാ കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്. പുറമെ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ് സെൻറ്റേർഡ്. പിന്നെ എന്നുള്ളത് എൻഡ് സെൻറ്റേർഡാണ്. എൻഡ് സെൻറ്റേർഡിലും എല്ലാ കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ടാവും. പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദ കോർണേഴ്സ്, 8 കോർണറിലും വെച്ചു. ആൻഡ് ടു ഓപ്പോസിറ്റ് ഫേസ്. ഓപ്പോസിറ്റ് ഫേസ് എന്ന് വെച്ചാൽ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഏതെങ്കിലും 2 ഫേസിലെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഒന്നുകിൽ മുകളിലും താഴെ, അല്ലെങ്കിൽ ലെഫ്റ്റും റൈറ്റും, അല്ലെങ്കിൽ ബാക്കിലും മുമ്പിലും ആയിട്ട്. സോ ഇറ്റ് ഈസ് കോർണറിലുണ്ടാവും ആൻഡ് ടു ഓപ്പോസിറ്റ് ഫേസ്. അങ്ങനെ ടോട്ടൽ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ. സോ ആദ്യത്തെ കോർണറിൽ മാത്രമാണെങ്കിൽ പ്രിമിറ്റീവ്, കോർണറിലും ബോഡി സെൻറ്ററിലുണ്ടെങ്കിൽ ബോഡി സെൻറ്റേർഡ് യൂണിസെൽ, കോർണറിലും ഫേസ് സെൻറ്ററിലുണ്ടെങ്കിൽ ഫേസ് സെൻറ്റേർഡ് യൂണിസെൽ, കോർണറിലും 2 ഓപ്പോസിറ്റ് ഫേസിലുമാണെങ്കിൽ എൻഡ് സെൻറ്റേർഡ് യൂണിസെൽ. Therefore, based on the position of particles, unicells are classified into 4 types. Based on edge length and angle. സോ പ്രധാനമായിട്ടും 7 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് ക്യൂബിക് യൂണിസെൽ, സെക്കൻഡ് വൺ റോംബോഹെഡ്രൽ, ടെട്രാഗണൽ, ഹെക്സഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ഈ ഒരു ഓർഡറിൽ അങ്ങ് നോക്കിയാൽ മതി. ഇത് ഞാനിപ്പോൾ ഓരോ പെയറായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൽ എഡ്ജും ആംഗിളും ഒക്കെ ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ് ഉള്ളത്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. അപ്പോൾ ആദ്യം ക്യൂബിക്ക് എഡ്ജ് A = B = C ആണ്. അടുത്തത് റോംബോഹെഡ്രൽ, അതിൻ്റെയും എഡ്ജ് A = B = C തന്നെ. ഇതിൽ ക്യൂബിക്കിൻ്റെ ആംഗിൾ ആൽഫ ബീറ്റ ഗാമ = 90. റോംബോഹെഡ്രൽ ആൽഫ ബീറ്റ ഗാമ നോട്ട് = 90. ആദ്യത്തെ പെയർ കഴിഞ്ഞു, ക്യൂബിക്ക് റോംബോഹെഡ്രൽ. എഡ്ജസ് സെയിം ആണ്, ആദ്യത്തെ ആംഗിളും എല്ലാം ഈക്വലാണ്. ഇനി അടുത്ത പെയർ എടുത്ത് നോക്കിയാൽ ടെട്രാഗണൽ, ഹെക്സഗണൽ. ഇവിടെ എല്ലാം ഈക്വലായിരുന്നു, A = B = C. അടുത്ത പെയറിൽ വരുമ്പോൾ ഒരെണ്ണം നോട്ട് ഈക്വൽ കൊടുക്കാം, A = B നോട്ട് ഈക്വൽ C, A = B നോട്ട് ഈക്വൽ C. അതിലും ഒന്നാമത്തെ ആളുടെ ആംഗിൾ നോക്കിയേ, എല്ലാം സെയിം ആണ്, ആൽഫ = ബീറ്റ = ഗാമ = 90. ഇനി അടുത്ത പെയർ എടുത്ത് നോക്കിയാൽ ഓർത്തോറോംബിക്, മോണോക്ലിനിക്. A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C ആണ്, ആൽഫ = ബീറ്റ = ഗാമ നോട്ട് ഈക്വൽ ടു 90. അതെല്ലാം ഈക്വൽ തന്നെ. മോണോക്ലിനിക് A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C, അതായത് ഇവിടെ ഒരെണ്ണം നോട്ട് ഈക്വൽ, ഇവിടെ എത്തുമ്പോഴേക്ക് 2 നോട്ട് ഈക്വൽ. ആൽഫ = ഗാമ = 90, ബീറ്റ നോട്ട് ഈക്വൽ ടു 90. ട്രൈക്ലിനിക് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാം നോട്ട് ഈക്വലാണ്. എഡ്ജ് ലെങ്ത് കംപ്ലീറ്റ് നോട്ട് ഈക്വൽ. A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഈ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ മതി. ആദ്യത്തെ പെയറിൽ എഡ്ജ് ലെങ്ത് സെയിം, അടുത്ത പെയറിൻ്റെ ഒരെണ്ണം നോട്ട് ഈക്വൽ, എഡ്ജ് ലെങ്ത് സെയിം, അടുത്ത പെയറിൽ രണ്ടും നോട്ട് ഈക്വലായി, എഡ്ജ് ലെങ്ത് സെയിം ആണ്. ഇത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് അങ്ങ് ഓർത്താൽ മതി. ഇപ്പോൾ ക്യൂബിക്കിന് ഫസ്റ്റ് ലെറ്റർ കൊടുക്കാം. ക്യൂബിക്ക് C, റോംബോഹെഡ്രൽ R, ടെട്രാഗണൽ T, ഹെക്സഗണൽ H, ഓർത്തോറോംബിക് O, മോണോക്ലിനിക് O, M, ട്രൈക്ലിനിക് T. ചേർത്ത് വെച്ചേ CRTHOMT ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? CRT ഹോം T എന്ന് കിട്ടും. CRTHOM ഹോം T, CRT ഹോം T. ഒരു ചായപ്പൊടിയുടെ പരസ്യം പോലെയല്ലേ, CRT ഹോം T, CRT ഹോം T. എല്ലാത്തിനും ഫസ്റ്റ് ലെറ്ററാണ്, CRT ഹോം T. ഓക്കെ, അപ്പോൾ ആ ഓർഡർ മുഴുവൻ കിട്ടി. അതിൽ നിന്ന് എഡ്ജ് ലെങ്ത് കിട്ടും, ആംഗിൾ കിട്ടും. ഇതാണ് ടോട്ടൽ 7 ടൈപ്സ് ഓഫ് യൂണിസെൽ, അതിൻ്റെ എഡ്ജസും ആംഗിളും. നെക്സ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ക്യൂബിക് യൂണിസെൽ. Cubic unicells are mainly 3 types: primitive cubic, body centered cubic, that is BCC, and face centered cubic, FCC. ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. അതിലാദ്യത്തെ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിസെൽ നോക്കുക. പാർട്ടിക്കിൾസ് കോർണറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ആകെ എത്ര നമ്പർ ഓഫ് ആറ്റംസ് വരുന്നു നോക്കിയേ. ഇപ്പോൾ കോർണറിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് വരുന്നതെങ്കിൽ ഒരു കോർണറിൽ
ആകെയുള്ള നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് 1/8 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോർണറിൽ നമ്മളൊരു പാർട്ടിക്കിൾസിനെ വെച്ച് കഴിഞ്ഞാൽ അത് ടോട്ടൽ 8 യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യും. ഒരു ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഒരു തീപ്പെട്ടിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് അത് വരിക എന്നുള്ളത്. ഇപ്പോൾ ഇതൊരു യൂണിറ്റ് സെല്ലാണെന്ന് കരുതുക. അതിൻ്റെ കോർണറിൽ ഒരു പാർട്ടിക്കിൾസ് ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതേപോലെ എല്ലാ കോർണറിലും ഉണ്ടാവുക. ഞാൻ ഈ കോർണർ മാത്രം എടുത്തു. ഇവിടെ ഒരു പാർട്ടിക്കിൾസ് ഉണ്ട്, കാണുന്നുണ്ടല്ലോ. ഒരു പാർട്ടിക്കിൾസിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കോർണർ ശരിക്ക് എത്ര യൂണിറ്റ് സെല്ലുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നത് നോക്കിയാൽ മതി. ഇതേപോലെ മറ്റൊരു യൂണിറ്റ് സെൽ വന്നു ഇവിടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കോർണർ മുട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരുമായിട്ട് ഷെയർ ചെയ്തു. ഇനി അടുത്ത മറ്റൊരു എടുത്തു. ഇത് പുതിയൊരു യൂണിറ്റ് സെല്ലാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കോർണറും മുട്ടുന്നുണ്ട്, അവിടെ ഷെയർ ചെയ്തു. അതേപോലെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കോർണറും മുട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ ഈ ആറ്റം എന്ന് പറയുന്നത് ടോട്ടൽ 1, 2, 3, 4 കോർണർ വരെ ഷെയർ ചെയ്തു. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലും പാർട്ടിക്കിൾസിനെ എടുത്ത് വെക്കാം. ഇപ്പോൾ ഇതേപോലെ ഈ ഒരു യൂണിറ്റ് സെൽ, പുതിയൊരു യൂണിറ്റ് സെൽ വന്നു. ഇതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ അടിവശം അവിടെ മുട്ടുന്നുണ്ട്. അപ്പോൾ 5 എണ്ണമായി. ഇതേപോലെ നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഇവിടെ വെക്കാം, 6 ആയി, ഇവിടെ വെക്കാം 7 ആയി, ഇവിടെ വെക്കാം 8 ആയി. അപ്പോൾ ശരിക്കും ഈ ഒരു ആറ്റം എന്ന് പറയുന്നത് അടിയിൽ 4 അതേപോലെ മുകളിൽ 4 8 യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യുന്നു. എങ്കിൽ ശരിക്ക് 8 യൂണിറ്റ് സെല്ലുമായിട്ടാണ് ഒരാറ്റം ഷെയർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്രയേ ഉണ്ടാവുള്ളൂ? ഇവിടെ എന്ന് പറയുന്നത് ആ 8ൽ ഒരു ഭാഗം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതായത് 1/8 പോർഷൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും ഈ കോർണറിലുള്ള ആറ്റം എന്ന് പറയുന്നത് 1/8 ആണ്. അതേപോലെ ഇവിടെയും 1/8 ഉണ്ടാവും, ഇവിടെയും 1/8 ഉണ്ടാവും. ഇതും 8ലൊരു ഭാഗം, ഇതും 1/8, 1/8, 1/8, 1/8. ആകെ യൂണിറ്റ് സെൽ എത്ര ആറ്റമായി നോക്കിയേ. ഒരു കോർണറിൽ 1/8, അതേപോലെ 8 കോർണർ ഉണ്ട് എങ്കിൽ 8 × 1/8 ഈക്വൽ ടു 1. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ഇൻ എ യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു 1. സെയിം ഇതേപോലെ ബോഡി സെൻറ്ററിൽ എങ്ങനെ കാണിക്കുക, BCC നോക്കിയേ. കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, അതൊരിക്കൽ കൂടി പറയണ്ട. ഇതേപോലെ 8 × 1/8 ആണ് 1. ഇനിയുള്ള പുതിയൊരു ആറ്റം വരുന്നത് ബോഡി സെൻറ്ററിലാണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ, ബോഡി സെൻറ്ററിൽ പാർട്ടിക്കിൾ വന്നാൽ അത് ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിലാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. ഇതിൻ്റെ മുകളിൽ വേറെ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരാറ്റമുണ്ട്, ഇതിനകത്താണ് ഉള്ളിൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരാറ്റം ഉണ്ട്, അകത്ത് കിടക്കാണ് ബോഡി സെൻറ്ററിൽ, ക്യൂബിൻ്റെ അകത്താണ്. പുതിയൊരു യൂണിറ്റ് സെൽ വന്നു, ടച്ച് ചെയ്ത് നിന്നു. പക്ഷേ ഉള്ളിലുള്ള ആറ്റം ഈ യൂണിറ്റ് സെല്ലുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് സെല്ലിന് മാത്രം അവകാശപ്പെട്ടതാണ്, ആരുമായിട്ട് ഷെയർ ചെയ്യില്ല. Therefore atoms at the body center not shared by any atom. So number of atom is equal to 1. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ഇൻ BCC എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇതേപോലെ നമുക്ക് FCCയിലും ചെയ്യാം. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കൽ കോർണറിലുണ്ട് ആറ്റംസ് അറ്റ് ദ കോർണർ 1/8 × 8 ഈസ് ഈക്വൽ ടു 1. പിന്നെ വരുന്നത് ഫേസ് സെൻറ്ററിലാണ്. ഒരു ഫേസ് സെൻറ്ററിലുള്ള ആറ്റം എത്ര യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് നോക്കാം. ഉദാഹരണമായിട്ട് ഫേസ് സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ട്. ഇതൊരു എക്സാമ്പിൾ എടുത്തു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഫേസ് സെൻറ്ററിൽ ഒരു ആറ്റം കിടക്കുന്നുണ്ട്. ഇതേപോലെ ഒരു യൂണിറ്റ് സെല്ല് വേറെ ഒരു യൂണിറ്റ് സെല്ല് വരികയാണ് അതിനടുത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ നമുക്ക് ഇങ്ങനെ വരികയാണ്, ഇവർ തമ്മിൽ നമുക്ക് ചേർത്ത് വെക്കാം. അപ്പോൾ ശരിക്കും ഈ ആറ്റം എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഫേസിൻ്റെ ഇടയിലായി. അപ്പോൾ 2 യൂണിറ്റ് സെല്ല് ചേർന്നിട്ടാണ് ഈ ഒരു ആറ്റത്തെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 2 പേർക്ക് കൂടി ഒരാറ്റം എങ്കിൽ ഈ ഒരു യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത് പകുതിയേ ഉണ്ടാവും, ബാക്കി പകുതി മറ്റേല ഉണ്ടാവുക, പകുതി ഭാഗം ഇതിലുണ്ടാവും. അപ്പോൾ ഇവിടെ ഹാഫ് പോർഷൻ. ആറ്റംസ് അറ്റ് 1 ഫേസ് ഹാഫാണ്. ടോട്ടൽ ഫേസ് അതേപോലെ 6 ഫേസസ് ഉണ്ടാവും ഒരു ക്യൂബിന്. ഈ ക്യൂബ് എടുത്ത് കഴിഞ്ഞാൽ 6 ഫേസ് ഉണ്ട്. 1 2 3 4 5 6 ഫേസ് ഉണ്ട്. അപ്പോൾ 6 × 1/2 3 വരും. ഫേസ് സെൻറ്ററിലാകെ 3 ആറ്റം, എല്ലാം കൂടി കൂട്ടിയാൽ 3ഉം പിന്നെ കോർണറിൽ 1ഉം 4 ആറ്റംസ് വരും. FCCയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എത്രയാണ്? 4. സോ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് എഴുതാം. പ്രിമിറ്റീവിലാണെങ്കിൽ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ, ദർഫോർ 1. പിന്നെ വരുന്നത് BCCയിലാണ് കോർണറിലും ബോഡി സെൻറ്ററിലും 2. FCCയിൽ കോർണറിലും ഫേസ് സെൻറ്ററിലും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം 4. ഓക്കെ, ദാറ്റ്സ് ഓൾ.